സാറേ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഒടുവിൽ രാജിവെച്ചു. ഇന്നലെ മുതൽ അഭ്യൂഹങ്ങളായിരുന്നു. വാഹനത്തിൽ നിന്ന് ബോർഡ് അഴിച്ചു മാറ്റുന്നു, വയനാട്ടിൽ അദ്ദേഹം ഒളിച്ചു താമസിക്കുന്നു, പിന്നീട് കോഴിക്കോട്ടേക്ക് വരുന്നു. താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസോർട്ടാണത് കണ്ടത്. അത് ശരി. അപ്പോൾ എന്തായാലും ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ കേട്ട ഒരു പരാമർശമാണ്, ഈ ആരോപണം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഒരു മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രശ്നം അന്നേ തീരുമായിരുന്നില്ലേ? ശരിക്കും അന്ന് പ്രശ്നം തീരുമായിരുന്നു അങ്ങനെ ചെയ്താൽ? എനിക്ക് ഈ ശ്രീലേഖ മിത്രയുടെ ക്യാരക്ടർ വെച്ചിട്ട് അത് അങ്ങനെ തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ ഈ ശ്രീലേഖ മിത്രയെ പറ്റി ഈ വേണ്ടത്ര ചാനലുകളിൽ അവരുടെ പശ്ചാത്തലം വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീലേഖ മിത്ര ഇതിനു മുമ്പ് മലയാളത്തിന് അഭിനയിച്ചിട്ടുണ്ട്. അവർ പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാൻ വന്നു എന്നല്ലേ ചാനലിൽ പൊതുവെ കാണുന്നുള്ളൂ. അതെ, ഇവർ ശ്യാമപ്രസാദിൻ്റെ അകലെ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതാണ്. അതിൽ കമല എന്ന് പറഞ്ഞ കഥാപാത്രം, അത് ആ സിനിമയുടെ ആദ്യം തന്നെ നീൽ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പങ്കാളിയോട് വിട പറയുന്നത്. പങ്കാളിയുടെ പേര് കമല എന്നാണ്. ഈ കമലയുടെ റോള് അവതരിപ്പിച്ചത് ശ്രീലേഖ മിത്രയാണ്. അപ്പോൾ അകലെ എന്ന് പറഞ്ഞ സിനിമ വരുന്നത് 2004, പാലേരി മാണിക്യം വരുന്നത് 2009. അപ്പോൾ അകലയിൽ ഈ കഥാപാത്രത്തിനെ കണ്ടിട്ട് ആണ് പാലേരി മാണിക്യത്തിൽ രഞ്ജിത്തിന് വേണ്ടി ശങ്കർ രാമകൃഷ്ണൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇവർ ശരിക്കും ഇവരുടെ അച്ഛൻ സന്തോഷ് മിത്ര നടനായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ മുമ്പ് തന്നെ ഒരു നടനുള്ളതാണ്, അച്ഛൻ നടനായിട്ട് ഉള്ളതാണ് അവർ. പിന്നെ അവർ നല്ല വിദ്യാസമ്പന്നയാണ്. അവർ BA ഇംഗ്ലീഷാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് MA ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കാതെ കൊൽക്കത്തയിലെ താജ് ഹോട്ടലിൽ ജോലിക്ക് കയറുകയാണ് അവർ. അപ്പോൾ ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ ആണ് മറ്റേ സിനിമയിലേക്കൊക്കെ കയറുന്നത്. ടെലിവിഷനിലാണ് ആദ്യം ജോലി ചെയ്യുന്നത്. അപ്പോൾ ടെലിവിഷൻ പരമ്പരയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ശിലാദിത്യ സന്യാലിനെ ആണ് അവർ വിവാഹം ചെയ്തത് 2003. 10 കൊല്ലം കഴിഞ്ഞ് 2013 ഒരു മകളുണ്ട്. 2013 അവർ വിവാഹമുക്തരായി, ശിലാദിത്യ സന്യാലും ഈ ശ്രീലേഖ മിത്രയും. അപ്പോൾ അവർ 2009 പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ സത്യത്തിൽ കൊൽക്കത്തയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാ വരി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ബാക്ക് പാച്ച് എന്നൊക്കെ പറയില്ലേ, ജീവിതത്തിലൊരു വല്ലാത്ത പ്രതിസന്ധി. ആ പ്രതിസന്ധി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊച്ചിയിലേക്ക് വരുന്നത്. ഈ DD ഫ്ലാറ്റിൽ, തമ്മനം ആ ഭാഗത്ത് മറ്റല്ലേ ആ ഫ്ലാറ്റുകൾ, അവിടെ ഇദ്ദേഹത്തിന് ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ വെച്ചാണ് ഈ സംഭവം എന്ന് പറയുന്നു. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിലൊരു വിള്ളൽ വന്നിരിക്കുന്ന ഒരു സ്ത്രീക്കാണ് ഇത്തരത്തിലുള്ളൊരു ഒരു അന്തസ്സ് ഇല്ലാത്തൊരു പെരുമാറ്റം എന്ന് അവർക്ക് തോന്നുന്നത്. അപ്പോൾ സത്യത്തിൽ ജീവിതം ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന സമയത്താണ് രഞ്ജിത്തിൽ നിന്ന് ഈ പെരുമാറ്റം ഉണ്ടാകുന്നതെന്നുള്ളത് അവരുടെ ഇത്രയും ഞാൻ ജീവിത പശ്ചാത്തലം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ ഈ ബാസു ചാറ്റർജി എന്ന് പറഞ്ഞ വലിയ സംവിധായകനില്ലേ ഹിന്ദിയിലൊക്കെ, ഈ ബസു ചാറ്റർജി 1998 സംവിധാനം ചെയ്യുന്ന ഹോത്താറ്റ് ബ്രിറ്റി എന്ന് പറഞ്ഞ ബംഗാളി, ഇവർ ബോളിവുഡിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഹോത്താറ്റ് ബ്രിറ്റി എന്ന് പറയുന്ന ബംഗാളി സിനിമയിൽ അഭിനയിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് ശരിക്കും വരുന്നത്. അത് ഹിറ്റായിരുന്നു. പക്ഷെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ആ സിനിമ ഹിറ്റായിട്ടും എൻ്റെ കരിയർ പച്ച പിടിച്ചില്ല ബംഗാളി സിനിമയിൽ. അതിൻ്റെ കാരണം ഈ ബംഗാളി സിനിമയിൽ നടക്കുന്ന സ്വജന പക്ഷപാതമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. സ്വസ്തിക മുഖർജി എന്ന് പറഞ്ഞൊരു നടിയുണ്ട്.
അവർക്ക് ധാരാളം പുരുഷന്മാരുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ കരിയർ പച്ച പിടിച്ചു. ഞാൻ പക്ഷെ പ്രസൻജിത്ത് ചാറ്റർജിയുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതുകൊണ്ട് എനിക്ക് പിന്നീട് അവസരങ്ങളൊക്കെ കിട്ടിയില്ല. കാരണം പ്രസൻജിത്ത് ചാറ്റർജിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നടൻ സിനിമയിൽ. അങ്ങേരുടെ പ്രണയാഭ്യർത്ഥന ഇവർ സ്വീകരിച്ചില്ല. പിന്നെ ഋതുപർണ, ഘോഷിനെ പോലുള്ള ആളുകളൊന്നും പ്രൊമോട്ട് ചെയ്തില്ല. ഈ പ്രസൻജിത്ത് ചാറ്റർജിയൊക്കെ ആയിട്ടുള്ള ഈ ബന്ധം വഷളായതുകൊണ്ട് സിനിമയിലും മറ്റുള്ളവരും. അപ്പോൾ ഈ മലയാള സിനിമയെ പറ്റി പൊതുവെ നടിമാരിപ്പോൾ ഹേമ കമ്മിറ്റിയിലും ഒക്കെ പറഞ്ഞില്ലേ, ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയ പിന്നെ ഞങ്ങൾക്ക് സിനിമയിൽ കരിയർ കിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം ബംഗാളിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഈ ശ്രീലേഖ മിത്രയുടെ ജീവിതത്തിൽ അവർ ശരിക്കും അവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആനന്ദ് ലോക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, BFJA അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വളർന്ന് ഈ പന്തലിക്കുകയും തിടം വയ്ക്കുകയും ചെയ്തൊരു സിനിമാ ജീവിതം അല്ല അവരുടേത്. അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു കഥാപാത്രമല്ല അവര് സിനിമയിലും ജീവിതത്തിലും. അതവർ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം പ്രസൻജിത്ത് ചാറ്റർജിയോട് തന്നെ പോയി വേറെ പണി നോക്കാൻ പറഞ്ഞ സ്ത്രീയാണ് അവർ. പിന്നെയാണ് ഇവിടുത്തെ ഒരു സംവിധായകനും ഒക്കെ ഈ ചില ഇതുപോലത്തെ അഡ്വാൻസസ് ഇംഗ്ലീഷിൽ പറയില്ലേ, ഇതൊക്കെ ചില ശ്രമങ്ങൾ നടത്തിയാലൊക്കെ അവർ വഴങ്ങുന്ന പ്രശ്നമൊന്നും അതിൻ്റെ അകത്തില്ല. കാന്താന്തർ, അച്ചോർജോ, പ്രദീപ്, സ്വദേ ആഹ്ലാദേ, ചൗക്കത്ത്, റെയിൻബോ ജെല്ലി എന്നൊക്കെ തുടങ്ങി വളരെ അറിയപ്പെടുന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വിരലിലുണ്ടാവുന്ന ചിത്രങ്ങളെ അവരുടെ ഈ ഫിലിമോഗ്രഫിയിൽ നമ്മളെടുത്തു നോക്കിയാൽ കാണുന്നുള്ളൂ. പിന്നെ ഇപ്പോഴാണെങ്കിൽ അവർക്ക് 51 വയസ്സ്. അപ്പോൾ അന്ന് അവർക്ക് 41 വയസ്സുള്ളപ്പോഴാണ് അവർ വരുന്നത്, ഈ സിനിമയിൽ അഭിനയിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ള ആൾ, ഇപ്പോൾ കാന്താതർ എന്ന് പറഞ്ഞ സിനിമയിൽ അവരൊരു അനധികൃത കുടിയേറ്റക്കാരിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിപ്പോൾ ബംഗാളിലൊക്കെ ബംഗ്ലാദേശ് അതിർത്തി കടന്നു വരുന്നവരൊക്കെ സാധാരണമായതുകൊണ്ടാണ് അങ്ങനെ വന്നിരുന്നത്. അപ്പോൾ ഈ അകലെ എന്ന് പറഞ്ഞ ശ്യാമപ്രസാദിൻ്റെ, എൻ്റെ സുഹൃത്താണ് ശ്യാമപ്രസാദിൻ്റെ സിനിമയിൽ നേരത്തെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഇവർ വരുന്നത്. ഇതിൽ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്തിൻ്റെ വിശദീകരണത്തിൽ ചില കുഴപ്പങ്ങൾ വന്നുപോയി. കാരണം ഇവരെ അന്നവർക്ക് 41 വയസ്സ്, അവരവിടെ പ്രധാനപ്പെട്ട നടി. രഞ്ജിത്തിനേക്കാൾ ഒട്ടും മോശമല്ലല്ലോ ബസു ചാറ്റർജി. ബസു ചാറ്റർജിയുടെ ഒക്കെ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാണ്, അത് ഹിറ്റ് സിനിമയിൽ. അവരെ ഓഡിഷനാണ് ഞാൻ വിളിച്ചത് എന്ന് രഞ്ജിത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു. പാളിപ്പോയി അത്. കാരണം ഇവരെ പാലേരി മാണിക്യത്തിൽ പ്രധാനപ്പെട്ട റോൾ, കാരണം അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞൊരു നടിയാണ് ഇന്ത്യയിൽ. അവർ ബോളിവുഡിലും അഭിനയിച്ച് കഴിഞ്ഞതാണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു നടിയെ ഒരു റോളിന് വേണ്ടിയിട്ട് വിളിച്ചതാണത്. അപ്പോൾ ശങ്കർ രാമകൃഷ്ണൻ ഈ കാര്യത്തിൽ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ശങ്കർ രാമകൃഷ്ണൻ. കാരണം ശങ്കർ രാമകൃഷ്ണൻ പിന്നീട് നല്ല സിനിമകൾ ധാരാളം ചെയ്ത് രഞ്ജിത്തിൻ്റെ ഉണ്ട്. രഞ്ജിത്തിനെ ഞാൻ ഒരു തവണയേ കണ്ടിട്ടുള്ളൂ. അത് കോട്ടയത്ത് വേമ്പനാട് ലേക്ക് റിസോർട്ടിൽ വന്ന് അദ്ദേഹം താമസിക്കുമ്പോഴാണ്. കാരണം വൈകുന്നേരം ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയരാജിനെ പരിചയമുണ്ട്. അപ്പോൾ ജയരാജ് എന്നെ കണ്ടിട്ട് അടുത്ത് വന്നു. ജയരാജിൻ്റെ ജോണി വാക്കർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തിരക്കഥ എഴുതാനാണ് രഞ്ജിത്ത് വന്നിരിക്കുന്നത്. കൂടെ വേറൊരാൾ പമ്മിപ്പതുങ്ങി അധികം സംസാരിക്കാതെ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഗിരീഷ് പുത്തഞ്ചേരി. അപ്പം അന്ന് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇങ്ങേർക്ക് തിരക്കഥ ശരിയാകാത്തതിൻ്റെ ടെൻഷനും ഒക്കെ അന്ന് രഞ്ജിത്തിനുണ്ടായിരുന്നു. അത് തുടക്കക്കാലമാണല്ലോ തിരക്കഥ എഴുത്തിൻ്റെ ഒക്കെ. പിന്നീടാണ് ഈ ദേവാസുരം എന്ന് പറഞ്ഞ ഹിറ്റ് ഒക്കെ വരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താണെന്ന് വെച്ചാൽ ശങ്കർ രാമകൃഷ്ണൻ ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ മറ്റേ മോഹൻലാലിൻ്റെ കഥാപാത്രം
മോഹൻലാൽ വിവാഹമുക്തനാകുന്നുണ്ട്. മറ്റേ സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവായിട്ട് വരുന്ന ആളാണ് ശങ്കർ രാമകൃഷ്ണൻ. അപ്പോൾ അഭിനയിച്ചിട്ടുമൊക്കെ ഉണ്ട്. ഈ സ്പിരിറ്റ്, ഇന്ത്യൻ റുപ്പി, ഇങ്ങനെയൊക്കെ ചില പൊളിഞ്ഞു പോയ ചില സിനിമകളൊക്കെ ഉണ്ട്. കടൽ കടന്ന് മാത്തുക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ചില ഇതൊക്കെ പൊളിഞ്ഞു പോയി. പക്ഷെ നല്ല സിനിമകൾ രഞ്ജിത്ത്. മാത്രമല്ല, രഞ്ജിത്ത് ധൈര്യത്തോടുകൂടി ഈ ഊരുവിലക്കിയ തിലകന് ചില റോളുകൾ കൊടുത്തുമൊക്കെ ചെയ്തിരുന്നു. ഈ ഇന്ത്യൻ റുപ്പിയിലൊക്കെ എപ്പോഴും നമ്മൾ ഓർക്കുന്ന അവസാനമൊക്കെ തിലകൻ അഭിനയിക്കുന്ന വേഷങ്ങളാണ്. അങ്ങനെ ഒക്കെ ഈ പറയുന്ന സംഗതി ശരിയാണ്. ആളുകൾ ബ്രില്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവർ നല്ല വിവരമുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർ MA ഇംഗ്ലീഷൊക്കെ പഠിച്ച ആളാണ്. അവർക്ക് അത്യാവശ്യം കഥാപാത്രങ്ങളെയും ഷേക്സ്പിയർ നാടകങ്ങളും ഒക്കെ പരിചയമുള്ള ആളാണ് അവർ. അപ്പോൾ ആളുകളെ എങ്ങനെ ഒരു ഘട്ടത്തിൽ പെരുമാറുന്നുള്ളതിനെ പറ്റിയൊക്കെ അവർക്ക് ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ബ്രില്യൻ്റ് ആയാലും ചില സമയത്ത് ജീവിതത്തിൽ പാളിച്ചകളുണ്ടാവും. ആ പാളിച്ച അംഗീകരിച്ചിട്ട് സത്യത്തിൽ ആ നിമിഷം തന്നെ CPM ഇടപെട്ട് രഞ്ജിത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. അന്നത്തെ പെരുമാറ്റത്തിൽ ശ്രീലേഖ മിത്രയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ഇദ്ദേഹം പറയണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അല്ലാതെ കൊച്ചി വന്ന് കേസ് നടത്താനൊന്നും എനിക്ക് പറ്റില്ല. അത് നമ്മൾ സാധാരണ ഒരാൾ മനുഷ്യനാകുന്നത് പശ്ചാത്തപിക്കുമ്പോഴാണ്. അങ്ങനെ രഞ്ജിത്തിന് പശ്ചാത്തപിക്കാമായിരുന്നു. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ളൊരു സ്ത്രീ ഈ അവസരത്തിൽ വെറുതെ ഒരു കള്ളം പറയും എന്ന് രഞ്ജിത്തിനെ പോലൊരാൾ വരുത്തി തീർത്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ചുരുക്കം പറഞ്ഞാൽ രഞ്ജിത്ത് രാജിവെച്ചത് ഒരു ആവശ്യം തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. ഇത്തരം സന്ദർഭങ്ങൾ ആരുടെ ജീവിതത്തിൽ വന്നാലും, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ അവിടുത്തെ സിനിമകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ഇവിടെയും നേരത്തെ അഭിനയിച്ചിട്ടുള്ള ആൾ, അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഉടനെ രാജിവെച്ചിട്ട്, കാരണം ഇതിലിപ്പോൾ രഞ്ജിത്തിനും മുമ്പേ സിദ്ദിഖ് രാജിവെച്ചു. അപ്പം സിദ്ദിഖിനും മനസ്സിലായി ഇത് പുലിവാലിലേക്കാണ് പോകുന്നത്, കേസ് വരുന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേരിലും കേസ് എടുക്കാവുന്നതേ ഉള്ളൂ, സ്വമേധയാ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം എങ്ങോട്ടാണ് മുന്നേറുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു എന്ന് ശ്രീലേഖ മിത്ര പറഞ്ഞിട്ടുണ്ട്. ആ വിവരം ഞാനിനി രണ്ടാമത് പറയേണ്ട കാര്യമില്ല, അവർ പറഞ്ഞ വിഷയങ്ങൾ. പക്ഷേ ഈ CPM കുറേയും കൂടിയൊക്കെ പാകത കാണിക്കണമായിരുന്നു. അവർക്ക് തന്നെ ഇപ്പോൾ നിശ്ചയമുണ്ട് ഈ സരിത കേസ് വെറുതെ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപിച്ചതാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു പിന്നെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ചില ഡയലോഗുകളുമൊക്കെ ഉണ്ട്. പാതിരയ്ക്ക് എനിക്ക് 2 എണ്ണം അടിച്ചിട്ട് വരുമ്പോൾ തൊഴിക്കാനൊരു സ്ത്രീയെ ആവശ്യമുണ്ട്, പോരുന്നോ കൂടെ എന്ന് മോഹൻലാൽ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നത്. അത് തന്നെ വേറെ അതിലുള്ള വേറെ 2 വാചകങ്ങളൊക്കെ ആകാം. പക്ഷെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് സത്യത്തിൽ നമ്മളീ പറയുന്ന പാട്രിയാർക്കി, ഫ്യൂഡൽ എന്നൊക്കെ പറയുന്നില്ലേ, അത് കുറേ ഈ ഫ്യൂഡൽ എലമെന്റ്സ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ കാണാം. ഏതോ ഈ കലശമില്ലേ, ചിതാഭസ്മ കലശമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത് തട്ടിത്തകർക്കുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള ചില ദൃശ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്യൂഡൽ സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ചിന്തകളും ഈ ആൺ കോയ്മ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ വശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ ആലോചിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കളയാവുന്ന വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലമൊക്കെ കിടക്കുന്നത് കൊണ്ട് ചില സമയത്തൊക്കെ വേറെ ആരോപണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ചെന്നൈയിൽ താമസിക്കുന്ന ഒരു സ്ത്രീ വിവാഹമോചനത്തിലെത്തിയത് നടി, അതിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. ആലുവ കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട നടനും നടിയും തമ്മിലുള്ള വിവാഹമോചന കേസ് കുടുംബ കോടതിയിൽ വന്നപ്പോൾ ആ നടൻ രഞ്ജിത്തിൻ്റെ പേര് അതിൽ പറഞ്ഞിരുന്നു എന്നൊക്കെ നേരത്തെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ ഇങ്ങനെ ഒരു പഴയ കഥ രഞ്ജിത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതും ഈ അഗസ്റ്റിൻ വട്ടോളിയില്ലേ ഫാദർ, അദ്ദേഹത്തിനെയൊക്കെ എനിക്ക് വളരെ വർഷങ്ങളായിട്ടറിയാം. അദ്ദേഹമൊക്കെ അത്യാവശ്യം ഒരു പോരാളിയാണ്, ലിബറേഷൻ തിയോളജി ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് ഈ അഗസ്റ്റിൻ വട്ടോളി. സാധാരണ പാൻറ്റും ഷർട്ടൂട്ടൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് അധികവും. അപ്പോൾ അങ്ങനെ 2 സാക്ഷികളും കൂടിയുണ്ട് ആ സംഭവത്തിന്. ജോഷി ജോസഫ് ഉണ്ട്, കൽക്കട്ടയിൽ ഫിലിസ് ഡിവിഷനിൽ ജോലി ചെയ്യുന്ന, ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്ന അദ്ദേഹമുണ്ട്. അഗസ്റ്റിൻ വട്ടോളിയും ഒക്കെ സാക്ഷികളായിട്ടുണ്ട് ആ സംഭവത്തിന്. പിന്നെ ജോഷിയുടെ ഭാര്യയും അന്ന് വീട്ടിലുണ്ടല്ലോ, അവർ കയറി ചെല്ലുമ്പോൾ വീട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ബുദ്ധിപരമായി ചെയ്യാവുന്നത് വെച്ച് നീട്ടാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ. കാരണം നല്ല പ്രതിഭയാണ്, നല്ല തിരക്കഥാകൃത്താണ്, നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ പുണ്യാളൻ എന്താണ് തൃശ്ശൂർ മറ്റേ മമ്മൂട്ടി പത്മശ്രീക്കൊക്കെ ശ്രമിക്കുന്ന മമ്മൂട്ടി ഒക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ നല്ല ചിന്തകളുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. ലോഹം, മാത്തുക്കുട്ടിയൊക്കെ പോലെ ചില അത്ര ഗുണമില്ലാത്ത പടങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നല്ല സിനിമകളാണല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ആ സൽപ്പേര് സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അന്ന് തന്നെ ഇറങ്ങാൻ കഴിയുമായിരുന്നു. അന്ന് തന്നെ ഇറങ്ങാനായിട്ട് പാർട്ടി ആവശ്യപ്പെടണമായിരുന്നു. ശ്രീലേഖ മിത്ര ഒരു ചെറിയ മീനല്ല, അത് രഞ്ജിത്ത് ഓർക്കണമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.